നമസ്കാരം. സഹാർ റേസ് പ്ലസിൻ്റെ ഓൺലൈൻ സെഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളായിട്ട് കേരളത്തിൻ്റെ കലാ സാഹിത്യ സംസ്കാരം എന്ന മേഖലയിൽ കലയുമായി ബന്ധപ്പെട്ട് കുറേ ആർട്ട് ഫോംസിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ കേരളത്തിലുള്ള പ്രധാനപ്പെട്ട വിഷ്വൽ ആൻഡ് ഓഡിയോ വിഷ്വൽ ആർട്സിനെ കുറിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, പഠിക്കാൻ പോവാണ്. അപ്പോൾ നമ്മളിവിടെ കുറേയധികം കാര്യങ്ങൾ ഒരുമിച്ച് പഠിക്കാൻ പോവാണ്. അപ്പോൾ അതിലേക്ക് ക്ലാസ്സിലേക്ക് പോവാണ്. അപ്പോൾ അതിനു മുമ്പ് സാധാരണ നമ്മൾ ചെയ്യുന്നത് പോലെ കുറച്ച് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് പരിചയപ്പെടാൻ പോവാണ്. വിത്ത് ആൻസേഴ്സ് ആയിട്ട് നമുക്ക് പരിചയപ്പെടാം. ദ ലാസ്റ്റ് ജഡ്ജ്മെന്റ് അഥവാ അന്ത്യവിധി, ഇത് ആരുടെ കലാസൃഷ്ടിയാണ് എന്നുള്ളതാണ്. SCERT കൊടുത്തിരിക്കുന്ന ഡയറക്റ്റ് ചോദ്യമാണ്. അത് അതേപോലെ പ്രീവിയസ് ആയിട്ട് നമ്മുടെ മുമ്പിലേക്ക് വന്നിരിക്കുകയാണ്. ലാസ്റ്റ് ജഡ്ജ്മെന്റ് അന്ത്യവിധി എന്നുള്ളതാണ് മൈക്കൽ ഏഞ്ചലോ ആണോ, ഡാവിഞ്ചി ആണോ, റാഫേൽ ആണോ, അതോ ബ്രൂണലേഷി ആണോ എന്നുള്ളതാണ് നമ്മുടെ 4 ഓപ്ഷൻസ്. അപ്പോൾ നിങ്ങൾക്ക് ഇതിലെ ആൻസർ അറിയാമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ പറയാം, ഇല്ലെങ്കിൽ ഒരു പ്രശ്നമില്ല. ഓപ്ഷൻ എ ആണ്, മൈക്കൽ ഏഞ്ചലോ ആണ് ഇതിൻ്റെ ആൻസർ. അടുത്തത് രാജാ രവിവർമ്മയുടെ സൃഷ്ടി അല്ലാത്തത് ഏതെന്നാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. വീണം വീട്ടുന്ന സ്ത്രീയാണോ, ഹംസവും ദമയന്തിയുമാണോ, ഉമയുടെ തപസിയാണോ, വിശ്വാമിത്രനും മേനകയുമാണോ എന്നുള്ളതാണ് അടുത്ത് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ കാണുന്നതിൽ നമുക്ക് കേട്ട് പരിചയം ഉള്ളത് നോക്കുക. വീണം വീട്ടുന്ന സ്ത്രീയാണോ, ഹംസവും ദമയന്തിയാണോ, ഉമയുടെ തപസിയാണോ, വിശ്വാമിത്രനും മേനകയാണോ എന്നാണ്. ഓപ്ഷൻ സി ആണ്, ഉമയുടെ തപസ്യാണ്. അല്ലാത്തത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, തന്ത്രിക ചിത്രങ്ങളിൽ സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് ഏതെന്നാണ്. ഗോൾഡൻ ഏജ് ആണോ, ദി ക്രിയേഷൻ ഓഫ് ആദം ആണോ, അതോ പേഴ്സിസ്റ്റൻസ് ഓഫ് മെമ്മറി ആണോ, അതോ മെൽറ്റിംഗ് വാച്ചസ് ആണോ എന്നുള്ളതാണ്. അപ്പോൾ ആളിന്റെ പേര് ശ്രദ്ധിച്ച് കേൾക്കുക, സാൽവദോർ ദാലി എന്നാണ് കേട്ടോ. സാൽവദോർ ദാലിയുടെ രചന അല്ലാത്തത് എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ബി ആണെന്ന്. ദ ക്രിയേഷൻസ് ഓഫ് ആഡംസ് ആണ് ഇല്ലാത്തത് കേട്ടോ. നെക്സ്റ്റ്, പുരാതന ഗുഹാചിത്രങ്ങൾക്ക് പ്രസിദ്ധി കേട്ട എടക്കൽ ഗുഹ സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതെന്നാണ്. എടക്കൽ ഗുഹ നമുക്ക് എല്ലാവർക്കും അറിയാം. പത്തനംതിട്ടയാണോ, ഇടുക്കിയാണോ, കോട്ടയാണോ, വയനാടാണോ, എല്ലാവർക്കും അറിയാമെന്നുള്ളതാണ്. ഏതാ? അത് ഡി ആണ്, വയനാടാണ്. അപ്പോൾ അടുത്തൊരു പിയാത്ത ആരുടെ കലാസൃഷ്ടിയാണ്? മൈക്കൽ ഏഞ്ചലോ ആണോ, ഡാവിഞ്ചി ആണോ, ഫെഡറിക് ആഗ്രസെ ബർത്തോൾഡി ആണോ, അടുത്തത് എഡ്വിൻ ലുട്ടൻസ് ആണോ എന്നതാണ് 4 ഓപ്ഷൻസ് ഉള്ളത്. അതിൽ പിയാത്ത ആർക്കുള്ളതാണ്? അത് ഓപ്ഷൻ എ ആണ്, മൈക്കൽ ഏഞ്ചലോ ആണ് പിയാത്ത. അപ്പോൾ നമ്മൾ ഇനിയാണ് മേജർ വിഷ്വൽ ഓഡിയോ ആൻഡ് വിഷ്വൽ ആർട്സ് ഓഫ് കേരള എന്നൊരു ഭാഗത്തേക്ക് പോകുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് കുറേ അധികം കാര്യങ്ങൾ പഠിക്കാനുണ്ട്. അതായത് ശില്പകലയെക്കുറിച്ച് പഠിക്കാനുണ്ട്, ചിത്രകലയെക്കുറിച്ച് പഠിക്കാനുണ്ട്, അതുപോലെ ഗുഹാചിത്രങ്ങളെക്കുറിച്ച് പഠിക്കാനുണ്ട്. ഇങ്ങനെ കുറേ മേഖല നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ആ ഒരു വലിയൊരു മേഖലയിലേക്കാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ എല്ലാവരെയും ക്ലാസ്സിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ക്ലാസ്സിലേക്ക് പോവാണ്. നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് ചിത്രകലയെക്കുറിച്ചാണ്, പെയിന്റിങ്ങിനെ കുറിച്ചാണ് ആദ്യം പഠിക്കാൻ പോകുന്നത്. നോക്കാമല്ലോ. കേരള ഹാസ് എ റിച്ച് ട്രഡീഷൻ ഓഫ് പെയിന്റിംഗ് ദാറ്റ് റേഞ്ചസ് ഫ്രം മ്യൂറൽ പെയിന്റിങ്സ്, കേവ് പെയിന്റിങ്സ് ആൻഡ് ഫ്ലോർ പെയിന്റിങ്സ് ടു മോഡേൺ സ്റ്റൈൽ ഓഫ് ആർട്ട്. ഇവിടെ നോക്കുക, ഇവിടെ കേരളത്തിന് ഒരു വലിയ ഒരു സംസ്കാരമുണ്ട്, വലിയൊരു സമ്പന്നമായൊരു സംസ്കാരമുണ്ട്. ആ സമ്പന്നമായ സംസ്കാരം നമ്മൾ തുടങ്ങുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ മ്യൂറൽ പെയിന്റിങ്ങിൽ നിന്ന്, അതുപോലെ കേവ് പെയിന്റിങ്സ് അതായത് ഗുഹാ പെയിന്റിങ്ങുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഫ്ലോർ പെയിന്റിങ്ങുകൾ അതായത് നിരത്തുകളിലുള്ള പെയിന്റിങ്ങുകളിൽ നിന്ന്, അതുപോലെ തന്നെ ഇതാ ഇവിടെ പറയാണ് ഇത് എങ്ങോട്ട് പോവാണ്, മോഡേൺ സ്റ്റൈൽ ഓഫ് ആർട്ടിലേക്ക് പോവാണ്. അപ്പോൾ തുടങ്ങുന്നത് മ്യൂറൽ പെയിന്റിങ്ങിലാണ്, അത് കേവ് പെയിന്റിങ്സിലേക്കും ഫ്ലോർ പെയിന്റിങ്സിലേക്കും, അത് മോഡേൺ സ്റ്റൈൽ ഓഫ് ആർട്ടിലേക്കും എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ കേരളത്തിൽ നിന്ന് വരുന്നുണ്ട്. അടുത്തത് പെയിന്റിംഗ് ഡ്രോൺ ഓൺ വാൾസ് ആർ നോൺ ആസ് മ്യൂറൽ പെയിന്റിങ്സ്. അതായത് നമ്മൾ നമ്മുടെ ചുമരുകളിൽ വരയ്ക്കുന്ന ചിത്രങ്ങളെ നമ്മൾ വിളിക്കുന്ന പേരാണ് മ്യൂറൽ പെയിന്റിങ്സ് എന്ന് വിളിക്കുന്നു. മ്യൂറൽ പെയിന്റിങ്സ് എന്ന് വിളിക്കും. ഓക്കെ ആണല്ലോ, മറന്നുകൊണ്ടാ ഏത് പേരിൽ വിളിക്കും? മ്യൂറൽ പെയിന്റിങ്സ്. നെക്സ്റ്റ് നോക്കുക, പെയിന്റിംഗ് ഡ്രോൺ ഓൺ കേവ് വാൾസ് ആർ നോൺ ആസ് കേവ് പെയിന്റിങ്സ് എന്ന് വിളിക്കും. അതായത് ഗുഹയിലുള്ള ചുമരുകളിൽ വരയ്ക്കുന്നതിന് നമ്മൾ എന്ത് വിളിക്കും? കേവ് പെയിന്റിങ്സ് എന്ന് നമ്മൾ വിളിക്കും. ഓക്കെ. അതുപോലെ നെക്സ്റ്റ്, പെയിന്റിംഗ് ഡ്രോൺ ഓൺ ദ ഫ്ലോർ യൂസിങ് കളർ പൗഡേഴ്സ് ആർ നോൺ ആസ് ഫ്ലോർ പെയിന്റിങ്സ്. ധൂളി ചിത്രങ്ങൾ എന്ന് വിളിക്കും. ഈ പേര് കറക്റ്റ് കേട്ട് വെച്ചോണം. പെയിന്റിംഗ് ഡ്രോൺ ഓൺ ദ ഫ്ലോർ യൂസിങ് ആസ് കളർ പൗഡേഴ്സ് ആർ, അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ഈ തറ ഭാഗത്ത്, അതായത് നിലത്ത് വരയ്ക്കുന്നതിന് നമ്മൾ പല കളേഴ്സുമായിട്ട് വരയ്ക്കുന്നതിന് നമ്മൾ വിളിക്കുന്ന ഫ്ലോർ പെയിന്റിങ്സ് എന്നാണ്, ധൂളി ചിത്രങ്ങൾ എന്ന് വിളിക്കും. അതിൽ നമ്മൾ ആദ്യം ക്ലാസ്സിൽ പഠിക്കാൻ പോകുന്ന കേവ് പെയിന്റിങ്സ് എന്താണെന്നുള്ളതാണ് നമ്മൾ ആദ്യം പഠിക്കാൻ പോകുന്നത് കേട്ടോ. നോക്കാമല്ലോ. ദ ഓൾഡസ്റ്റ് ലൈൻ ഡ്രോയിങ്സ് ഇൻ കേരള ആർ
ഫൗണ്ട് ഇൻ ദ എടക്കൽ കേവ്സ് ഇൻ വയനാട്. ഈ പറയുന്ന അനുസരിച്ച് കേവ് പെയിന്റിങ്സ് നമ്മൾ പറയുന്ന അനുസരിച്ച് ഏറ്റവും ഓൾഡസ്റ്റ് ലൈൻ ഡ്രോയിങ്സ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഏറ്റവും പഴക്കമുള്ള നമുക്ക് ഗുഹാചിത്രങ്ങൾ നമുക്ക് കണ്ടെത്തിയിട്ടുള്ളത് എവിടെ നിന്നാണെന്ന് ചോദിച്ചാൽ എടക്കൽ കേവ്സിൽ നിന്നാണ്. അത് എവിടെയാണെന്ന് നമുക്കറിയാം, വയനാട്. നമ്മൾ ഈ ക്ലാസ്സിന്റെ തുടക്കത്തിൽ ഒരു പ്രീവിയസ് ചോദ്യം വെച്ചിരുന്നു മക്കളെ. അത് മാത്രമല്ല പറയുന്നത്, എടക്കൽ എവിടാന്നുള്ളതാണ് PSCക്ക് എപ്പോഴും ഉള്ള ചോദ്യം. അത് നിങ്ങൾ ഒരു കാരണവശാലും മറക്കരുത്. എവിടെയാണ്? വയനാട്. എടക്കൽ ഗുഹ എവിടെയാണെന്ന് ചോദിച്ചാൽ വയനാടാണ്. നെക്സ്റ്റ്, എൻഗ്രേവ്ഡ് ഡ്രോയിങ്സ് ഓഫ് ഹ്യൂമൻസ് ആൻഡ് അനിമൽസ് അലോങ് വിത്ത് ആൻഷ്യന്റ് ബ്രാഹ്മി ഇൻസ്ക്രിപ്ഷൻസ് ക്യാൻ ബി സീൻ ഇൻ എടക്കൽ കേവ്സ്. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്നത് ഇത്രയേ ഉള്ളൂ, കൊത്തിയെടുത്ത രൂപങ്ങൾ. ആ കൊത്തിയെടുത്ത രൂപങ്ങൾ എന്തുമായി ബന്ധപ്പെട്ട്? അത് ഹ്യൂമൻസുമായി ബന്ധപ്പെട്ട്, അതായത് മനുഷ്യനുമായി ബന്ധപ്പെട്ട്, അനിമൽസുമായി ബന്ധപ്പെട്ട് നമുക്ക് എവിടെ കാണാൻ സാധിക്കും? ഈ പറയുന്ന എടക്കൽ കേവ്സിൽ കാണാൻ പറ്റും. അത് മാത്രമാണോ കാണാൻ പറ്റുന്നത്? അതല്ല, പകരം പറയുന്നുണ്ട് അതിൻ്റെ കൂടെ ആൻഷ്യന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുരാതനമായ ബ്രഹ്മി ലിപി ഇൻസ്ക്രിപ്ഷൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്? അവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പൊ ബ്രഹ്മി എന്നോ ബ്രാഹ്മി എന്നോ നമുക്ക് പറയാം. ആ ഒരു ലിപിയും കൂടെ നമുക്ക് ഇവിടെ കാണാം, എടക്കൽ ഗുഹയിൽ നമുക്ക് കാണാൻ സാധിക്കും. അപ്പൊ മനസ്സിലാക്കുക, കൊത്തിയെടുത്ത രൂപങ്ങളുണ്ട് അവിടെ. പെയിന്റിങ്സ് ഓൾറെഡി നമ്മൾ പറയുന്നുണ്ട്. ഓൾഡസ്റ്റ് ലൈൻ ഡ്രോയിങ്സ് നമുക്ക് ഇവിടെ കാണാൻ പറ്റും, എടക്കൽ ഗുഹയിൽ കാണാൻ പറ്റും. മനുഷ്യനെ കാണാൻ പറ്റും, അതുപോലെ മനുഷ്യനുമായി ബന്ധപ്പെടുന്ന മൃഗങ്ങളെ നമുക്ക് കാണാൻ പറ്റും, ഈ ലിപി കാണാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള വളരെ സാംസ്കാരിക സമ്പന്നമായ, നമ്മൾ വളരെയധികം സംരക്ഷിക്കേണ്ടുന്ന അല്ലെങ്കിൽ സംരക്ഷിച്ചു പോരുന്ന ഒന്നാണ് എടക്കൽ കേവ്സ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. നെക്സ്റ്റ് നോക്കുക, The cave paintings at Edakkal were discovered in 1894 by British police officer named Fred Fawcett. അപ്പോൾ ഈ പറയുന്ന ഫ്രെഡ് ഫൗസെറ്റ് എന്ന് പറയുന്ന വ്യക്തിയാണ് 1894 ബ്രിട്ടീഷ് പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഇദ്ദേഹമാണ് ഏത് കണ്ടെത്തുന്നത്? ഇടയ്ക്കൽ കേവ്സ് എന്ത് ചെയ്യുന്നത്? കണ്ടെത്തുന്നത്. എടക്കൽ കേവ്സ് കണ്ടെത്തുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കണ്ടെത്തുന്നത് നമുക്കിടയിൽ ശരിക്കുമുള്ള മനുഷ്യരായിട്ടുള്ള ആദിവാസികളായിട്ടുള്ള ആൾക്കാരെ കണ്ടെത്തുന്നുണ്ട്. അദ്ദേഹം ആ ആദിവാസികളിൽ നിന്ന് ഇൻഫർമേഷൻ കിട്ടിയിട്ട് ആരറിയുന്നുണ്ട്? ഫ്രെഡ് ഫൗസെറ്റ് അറിയുന്നുണ്ട്. അപ്പൊ ശരിക്കും ജനങ്ങൾക്ക് അവിടെയുള്ള പ്രാദേശികവാസികൾക്ക് അല്ലെങ്കിൽ കാട് കൊണ്ട് ജീവിക്കുന്നവർക്കറിയാം. പക്ഷേ അത് ജനങ്ങളിലേക്ക് എത്തിയത് അല്ലെങ്കിൽ മറ്റൊരു വലിയൊരു വിഭാഗത്തിലേക്ക് എത്താൻ കാരണമായിട്ടുള്ള ഒരു മീഡിയം എന്ന് പറഞ്ഞാൽ ഈ ബ്രിട്ടീഷ് പോലീസറായിട്ടുള്ള ഫൗസെറ്റ് ആണ്. അപ്പൊ ഇദ്ദേഹത്തിലൂടെയാണ് ജനങ്ങളിലേക്ക്, അതായത് ബാക്കിയുള്ള ലോകമെമ്പാടുമുള്ള സ്ഥലങ്ങളിലേക്ക് ഇടയ്ക്കൽ ഗുഹയെ കുറിച്ച് അറിയുന്നത് എന്നുള്ളത് മനസ്സിലാക്കാം. നെക്സ്റ്റ്, other places in Kerala where Neolithic cave paintings are found included എന്നാണ്. അതായത് ഈ പറയുന്ന അനുസരിച്ച് കേരളത്തിലെ നിയോലിത്തിക് കേവ് പെയിന്റിങ്സ് എന്ന് പറഞ്ഞാൽ, നിയോലിത്തിക് കേവ് പെയിന്റ്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ BC 10,000 to 14,000 ഈ ഒരു വരുന്ന കാലഘട്ടം, ആ ഒരു കാലഘട്ടത്തിനിടയിൽ വരയ്ക്കപ്പെട്ടു എന്ന് നമ്മൾ വിചാരിക്കപ്പെടുന്ന ചിത്രങ്ങളാണ്. അതാണ് നിയോലിത്തിക് കേവ് പെയിന്റിങ്സ് എന്ന് വിളിക്കുന്നത്. അപ്പൊ ഇത് നമ്മുടെ കേരളത്തിൽ കണ്ടെത്തിയിട്ടുണ്ട്. ആ സ്ഥലങ്ങൾ ഏതൊക്കെയെന്നാണ് നമുക്ക് നെക്സ്റ്റ് അറിയേണ്ടത്. അതിൽ ആദ്യം പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, എഴുത്താല എന്നാണ് സ്ഥലത്തിന്റെ പേര്. എഴുത്താല മറയൂർ ഇടുക്കിയിലാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ് നോക്കുക, പാണ്ഡവൻ പാറയാണ്. പാണ്ഡവൻ പാറ എവിടെയാണ്? തിരുവനന്തപുരത്താണ്. അടുത്തതാ കൊടുത്തിട്ടുണ്ട് ചെന്തുരുണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, ചെന്തുരുണി ഒരു മരത്തിന്റെ പേരിൽ അറിയപ്പെടുകയാണ്. കൊല്ലം ജില്ലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു വന്യജീവി സങ്കേതം കൂടിയാണ്. ആ കൊല്ലം ജില്ലയായിട്ട് ബന്ധപ്പെട്ടാണ് നമുക്ക് ഈ പറയുന്ന അനുസരിച്ച് നിയോലിത്തിക് കേവ് പെയിന്റിങ്സ് എന്ത് ചെയ്യുന്നത് കാണാൻ സാധിക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ആണ്. ഇനി നമുക്ക് നെക്സ്റ്റ് പോവേണ്ടത് മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ചാണ്. മ്യൂറൽ പെയിന്റിങ് നമുക്കറിയാം ചുമരുകളിൽ വരയ്ക്കുന്ന പെയിന്റിംഗ് ആണെന്നറിയാം. അതിലേറ്റവും വലുത് ഏതാണ്? രണ്ടാമത്തെ ഏറ്റവും വലുത് ഏതാണ്? വളരെ പ്രധാനം. എന്തൊക്കെയാണ് ഉപയോഗിക്കുന്നത്? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഇതിനകത്ത് പഠിക്കേണ്ടത്. നെക്സ്റ്റ് നോക്കുക, ദ ആർട്ട് ഫോംസ് നോൺ ആസ് ഫ്രെസ്കോ ആൻഡ് മ്യൂറൽ ഇൻ വെസ്റ്റേൺ കൺട്രീസ് ആർ റെഫേർഡ് ടു ആസ് മ്യൂറൽ പെയിന്റിംഗ് ഇൻ കേരള. നോക്കുക, ദ ആർട്ട് ഫോംസ് നോൺ ആസ് ഫ്രെസ്കോ ആൻഡ് മ്യൂറൽ, അതായത് ഫ്രെസ്കോ എന്ന പേരിലും മ്യൂറൽ എന്ന പേരിലും പാശ്ചാത്യ രാജ്യങ്ങളിൽ അറിയപ്പെടുന്ന ഈ കല, അതായത് ചുമർ ചിത്രകലയെ നമ്മൾ ഇവിടെ വിളിക്കുന്ന പേര് മ്യൂറൽ പെയിന്റിംഗ് എന്നാണ്. അതായത് നമ്മുടെ നാട്ടില് കേരളത്തിൽ വിളിക്കുന്ന പേരെന്താണ്? മ്യൂറൽ പെയിന്റിംഗ് എന്നാണ്. അപ്പോൾ ഫ്രെസ്കോ എന്ന് പാശ്ചാത്യ രാജ്യങ്ങളിൽ വിളിക്കുന്നത് നമ്മുടെ നാട്ടിലെ മ്യൂറൽ പെയിന്റിങ്ങിനെയാണ്. മ്യൂറൽ എന്ന് വിളിക്കുന്നത് നമ്മുടെ നാട്ടിലെ മ്യൂറൽ പെയിന്റിങ്ങിനെയാണ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക.
സ്വാഭാവികമായിട്ട് ആ മ്യൂറൽ എന്നുള്ള വാക്ക് വെച്ചിട്ട് തന്നെയാണ് നമ്മൾ മ്യൂറൽ പെയിന്റിങ് എന്ന് വിളിക്കുന്നത്. ചുമർ ചിത്രം എന്നാണ്, അല്ലെങ്കിൽ ചുമർ ചിത്ര കല എന്നാണ് മ്യൂറൽ പെയിന്റിങ്ങിനെ നമ്മൾ ഇവിടെ വിളിക്കുന്നത്. നെക്സ്റ്റ്, ദ ഓൾഡസ്റ്റ് മ്യൂറൽ പെയിന്റിങ്സ് ഇൻ കേരള ആർ ഫൗണ്ട് ഇൻ, നോക്കുക, തിരുനന്ദിക്കര കേവ് ടെമ്പിൾ നൗ ലൊക്കേറ്റഡ് ഇൻ കന്യാകുമാരി ഡിസ്ട്രിക്റ്റ് എന്നാണ്. അതായത് നമുക്ക് ലഭിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും കാലം, അതായത് കാലം മുമ്പേ വരച്ചു എന്ന് നമ്മൾ കരുതപ്പെടുന്ന ഒരു പെയിന്റിങ്. ആ പെയിന്റിങ് ഇന്നുള്ളത് തിരുനന്ദിക്കര കേവ് ടെമ്പിളിലാണ്. അത് ഇന്ന് കന്യാകുമാരി ജില്ലയിലാണ്. അത് തമിഴ്നാടിന്റെ ഭാഗമായിരിക്കുകയാണ്. എന്നാൽ ആദ്യകാലത്ത് നമുക്കറിയാം തിരുവിതാംകൂർ എന്ന രാജ്യത്തിന്റെ തലസ്ഥാനമായിരുന്ന സ്ഥലമാണ് പത്മനാഭപുരം. അതെല്ലാം ഉൾപ്പെടുന്നത് ഇന്നത്തെ കന്യാകുമാരി ജില്ലയിലാണ്. അപ്പോൾ കേരളവുമായിട്ട് വളരെ അടുത്ത ഒരു കണക്ഷൻ ഉള്ള ഒരു ക്ഷേത്രമായിട്ട് വേണം നമ്മൾ അതിനെ കരുതാൻ. ആ ക്ഷേത്രത്തിന്റെ പേര് പറഞ്ഞ തിരുനന്ദിക്കര കേവ് ടെമ്പിൾ എന്നാണ്. ഇത് കന്യാകുമാരി ജില്ലയിലാണ് എന്നുള്ളത് ഓർമ്മിപ്പിക്കുകയാണ്. നെക്സ്റ്റ് നോക്കുക, ദ മ്യൂറൽ പെയിന്റിങ്സ് ഓഫ് ദ ഏറ്റുമാനൂർ മഹാദേവ ടെമ്പിൾ ആർ കൺസിഡേർഡ് ആൻ എക്സലന്റ് എക്സാമ്പിൾ ഓഫ് ദ ദ്രാവിഡിയൻ മ്യൂറൽ ട്രഡീഷൻ എന്ന് പറഞ്ഞാൽ, ഇവിടെ പറയുന്ന അനുസരിച്ച് മ്യൂറൽ പെയിന്റിങ്സിൽ നമുക്ക് ഏറ്റുമാനൂർ മഹാദേവ ടെമ്പിളിൽ കാണപ്പെടുന്ന ചുമർ ചിത്രങ്ങൾ ഏറ്റവും പ്രധാനമായി ദ്രാവിഡിയൻ മ്യൂറൽ ട്രഡീഷൻ, അതായത് ദ്രാവിഡ രീതിയിലുള്ള ചുമർചിത്ര പാരമ്പര്യ കലകൾക്ക് ഒരു എക്സാമ്പിൾ ആണ്. അപ്പോൾ ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിൽ വരച്ചിരിക്കുന്ന ചിത്രങ്ങളുടെ പ്രത്യേകത അത് ദ്രാവിഡിയൻ മ്യൂറൽ ട്രഡീഷനെ ഒരു എക്സാമ്പിൾ ആയിട്ട് വേണം കരുതാൻ. അടുത്തത്, ദ അപ്പർ ഗാർമെന്റ്സ് ഓൺ ബൈ മെയിൽ ഫിഗേഴ്സ് ഇൻ മ്യൂറൽ പെയിന്റിംഗ് ഈസ് സിമിലർ ടു ദ മെയിൽ കോസ്റ്റ്യൂം ഇൻ കഥകളി ഈസ് കാൾഡ് കവചം. ഇവിടെ പറയാണ് ദ അപ്പർ ഗാർമെന്റ്സ് ഓൺ ബൈ മെയിൽ ഫിഗേഴ്സ് ഇൻ മ്യൂറൽ പെയിന്റിങ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ മ്യൂറൽ പെയിന്റിങ്ങുകളിൽ വരയ്ക്കുന്ന മെയിൽ ക്യാരക്ടേഴ്സ് അല്ലെങ്കിൽ മെയിൽ ഫിഗേഴ്സ്, അതായത് പുരുഷന്മാരായിട്ടുള്ള കഥാപാത്രങ്ങൾ അല്ലെങ്കിൽ വ്യക്തികൾ, ആ വ്യക്തികൾക്ക് വരച്ചു ചേർക്കുന്ന ആ ഡ്രസ്സ്, അതായത് ഗാർമെന്റ്സ്, അതായത് വസ്ത്രങ്ങൾ, ആ വസ്ത്രത്തിനെ നമ്മൾ കഥകളിക്ക് സമാനമായിട്ട് വിളിക്കുന്ന പേര് എന്താണ്? കവചം എന്നാണ് വിളിക്കുന്നത്. എന്താ വിളിക്കുന്നത്? കവചം. നിങ്ങൾ കഥകളിയിൽ നമ്മൾ ആ ധരിക്കുന്ന കോസ്റ്റ്യൂമിനെ വിളിക്കുന്നത് ഉടുത്തുകെട്ടെന്നാണ്. അതേപോലെ നമ്മൾ ഈ പറയുന്ന അനുസരിച്ച് ഇതിൽ വരയ്ക്കുന്ന ഡ്രസ്സിനെ നമ്മൾ വിളിക്കുന്ന പേര് കവചം എന്നാണ് എന്നുള്ളത് വളരെ ക്ലിയർ ആയിട്ട് ഓർമ്മിക്കുക കേട്ടോ. അടുത്ത നെക്സ്റ്റ് പോവുകയാണ്, ദ ഗജേന്ദ്ര മോക്ഷം മ്യൂറൽ പെയിന്റിംഗ് depicting a story from the 8th canto of the Bhagavata Purana and covering an area of 49 square meters is located in Krishnapuram Palace, Kayangulam, Alappuzha. ഇവിടെ പറയുന്ന അനുസരിച്ച് ഗജേന്ദ്ര മോക്ഷം എന്ന മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ചാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? പരാമർശിക്കുന്നത്. ഏത് പെയിന്റിങ്ങിനെ കുറിച്ചാണ്? ഗജേന്ദ്ര മോക്ഷം മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച്. ആ ഗജേന്ദ്ര മോക്ഷം മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതിനകത്ത് ഈ ഡെപ്പിസിറ്റിംഗ് എ സ്റ്റോറി ഫ്രം ദ 8th കാൻഡോ എന്ന് പറഞ്ഞാൽ 8ാമത്തെ ഖണ്ഡത്തിലുള്ള ഭാഗവത പുരാണത്തിൽ പറഞ്ഞിരിക്കുന്ന 8ാം ഖണ്ഡത്തിൽ പറഞ്ഞിരിക്കുന്ന കഥയാണ് ഇതിനകത്ത് പറയുന്നത്. അത് ഏകദേശം ഒരു 49 സ്ക്വയർ മീറ്റർ എന്നാണ്. 49 സ്ക്വയർ മീറ്ററോളം വരുന്ന, ചതുരശ്ര മീറ്ററോളം വരുന്ന ആ ഏരിയയിലാണ് ഈ പറയുന്ന ശ്രീകൃഷ്ണപുരം പാലസ്, കായംകുളം പാലസിലാണ് എന്ത് ചെയ്യുന്നത്? ചിത്രീകരിച്ചിരിക്കുന്നത്. അപ്പൊ നോക്കുക, ഗജേന്ദ്ര മോക്ഷം എന്ന ചുമർ ചിത്രം, മാറിപ്പോവരുത്, ചുമർ ചിത്രമാണ്. കാരണം ഈ ശ്രീനാരായണ ഗുരുവിന് ഗജേന്ദ്ര മോക്ഷം വഞ്ചിപ്പാട്ട് എന്ന് പറയുന്ന ഒരു കൃതി അദ്ദേഹം എഴുതിയിട്ടുണ്ട്. ഇവിടെ നമ്മൾ പറയുന്ന ഗജേന്ദ്ര മോക്ഷം എന്താണ്? ചുമർ ചിത്രമാണ്, മ്യൂറൽ പെയിന്റിങ്. അത് കാണുന്നത് എവിടെയാണെന്ന് ചോദിച്ചാൽ ശ്രീകൃഷ്ണപുരം എന്ന് പറയുന്ന ആ കൃഷ്ണപുരം പാലസ് ആണ്. അതെവിടെയാണ്? കായംകുളം ആണ്. ഇവിടെ കൃഷ്ണപുരം എന്നേ ഉള്ളൂ, മറന്നുകൊണ്ട ശ്രീകൃഷ്ണപുരം എന്നുണ്ട്. ശ്രീകൃഷ്ണപുരം ഏതാണ്? കായംകുളത്താണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇനി കായംകുളത്ത് ശ്രീകൃഷ്ണപുരം കൊട്ടാരം പണികഴിപ്പിക്കുന്ന രാജാവ് മാർത്താണ്ഡവർമ്മയാണ്. എന്നാൽ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഇവിടെ പറയുന്നുണ്ട് കായംകുളത്താണ് ഇത് ഉള്ളത്, പക്ഷെ അത് വരയ്ക്കുന്നത് മാർത്താണ്ഡവർമ്മയുടെ കാലത്ത്, അത് പിൽക്കാലത്ത് എപ്പോഴും വരയ്ക്കപ്പെട്ട ഒന്നാണ്. അപ്പൊ അതാണ് നമ്മൾ കാണുന്ന ഗജേന്ദ്ര മോക്ഷം, മറന്നുകൊണ്ട. അപ്പോൾ അത് കഴിഞ്ഞാൽ നെക്സ്റ്റ് നോക്കുക, മെറ്റീരിയൽ യൂസ്ഡ് ഫോർ ദ ഗജേന്ദ്ര മോക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഗജേന്ദ്ര മോക്ഷം എന്ന് പറയുന്ന ചുമർ ചിത്രത്തിന് പ്രധാനമായിട്ട് ഉപയോഗിക്കുന്ന മെറ്റീരിയൽസ് എന്താണ്? മ്യൂറൽ ഇൻക്ലൂഡഡ് ലീഫ് എക്സ്ട്രാക്ട്സ് എന്നിവിടെ പറയുന്നുണ്ട്. ലീഫ് എക്സ്ട്രാക്ട്സ് എന്ന് പറഞ്ഞാൽ ചില ഇലകളിൽ നിന്ന് ശേഖരിച്ചിട്ടുള്ള
കുറച്ച് എക്സ്ട്രാക്ട്സ്, അതുപോലെ തന്നെ ഫ്രൂട്ട് ജ്യൂസസ് എന്ന് പറയുന്നുണ്ട്, പഴച്ചാറുകൾ ഉപയോഗിക്കുന്നുണ്ട്, ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ നാരങ്ങ ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ തന്നെ ബ്രിക്ക് പൗഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചെങ്കല്ല് പോലെയുള്ള ചെങ്കല്ല് പൊടിച്ചെടുക്കുന്ന പൗഡറാണ്. ജാക്ക് ഫ്രൂട്ടിന്റെ ഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്കയ്ക്കകത്ത് വരുന്ന അരക്കുണ്ടല്ലോ, അരക്കാണ്. അരക്ക് ഉപയോഗിക്കുന്നുണ്ട്, അതുപോലെ കാക്ടസ് ആപ്പ് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഈ പറയുന്ന എല്ലാം ചേർത്തുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് നിർമ്മിച്ചിട്ടുള്ളത് എന്നുള്ളതാണ്. നെക്സ്റ്റ്, ദ മ്യൂറൽ പെയിന്റിങ്സ് ഓഫ് മട്ടാഞ്ചേരി പാലസ് ബേസ്ഡ് ഓൺ ദ രാമായണ മഹാഭാരത എന്ന് പറയാണ്. നിങ്ങൾ ആലോചിക്കുക, ഈ മട്ടാഞ്ചേരി പാലസ് പണി കഴിപ്പിക്കുന്നത് അത് AD 1555 55 മട്ടാഞ്ചേരി പാലസ് പണി കഴിപ്പിച്ച് മട്ടാഞ്ചേരി പാലസും പണി കഴിപ്പിച്ചിട്ട് മട്ടാഞ്ചേരി പാലസിലാണ് ഈ പറയുന്ന രാമായണ മഹാഭാരതത്തിന്റെ മ്യൂറൽ പെയിന്റിങ് എന്ത് ചെയ്യുന്നത്, വരച്ചു വെച്ചിരിക്കുന്നത്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കാം, എന്ത് പഴക്കമുള്ള ഒരു പെയിന്റിങ് ആയിരിക്കും കാണുന്നത്. മ്യൂറൽസ് ഇൻ മട്ടാഞ്ചേരി പാലസ് ഡെപിക്ട് സ്റ്റോറീസ് ആസ് ഗിരിജ കല്യാണം ആൻഡ് ദ ബർത്ത് ഓഫ് രാമ ഭരത ആൻഡ് ലക്ഷ്മണ എന്നിവിടെ പറയുന്നുണ്ട്. അതായത് അതിൽ എന്തൊക്കെ കാര്യങ്ങൾ പറയുന്നുണ്ടെന്ന് ചോദിച്ചാൽ കേൾക്കുക. മട്ടാഞ്ചേരി പാലസിൽ ഗിരിജാ കല്യാണമുണ്ട്. ആ ഗിരിജാ കല്യാണത്തിനെ കുറിച്ച് മാത്രമല്ല, രാമന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും ജനനത്തിനെ കുറിച്ചും എന്ത് ചെയ്യുന്നുണ്ട്, അതിനകത്ത് വരച്ചു വെച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും മനോഹരമായിട്ടുള്ള ഒരു ചിത്രമാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നത്, നമുക്ക് ഈ മട്ടാഞ്ചേരി പാലസിൽ കാണാൻ സാധിക്കുന്നത്. എന്നാൽ അടുത്ത് നോക്കുക, എ മ്യൂറൽ ഡെപിക്റ്റിംഗ് എ ടിപ്പു സുൽത്താൻസ് മിലിറ്ററി ക്യാമ്പയിൻ വാസ് ഡിസ്പ്ലേഡ് അറ്റ് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച്, കഞ്ഞൂർ. അപ്പൊ നമ്മൾ അടുത്ത് കേൾക്കുക, ഇവിടെ ടിപ്പു സുൽത്താന്റെ മിലിറ്ററി ക്യാമ്പയിൻ വാസ് ഡിസ്പ്ലേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടിപ്പു സുൽത്താൻ സൈന്യവുമായിട്ട് വരുന്നു. ആ സൈന്യം വരുന്ന ഒരു ചുമർചിത്രമാണ് എവിടെയുള്ളത്, സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കാഞ്ഞൂർ എന്ന സ്ഥലത്തുള്ളത്. ഈ കാഞ്ഞൂർ സ്ഥലം എന്ന് പറഞ്ഞാൽ എറണാകുളം ജില്ലയിലാണ് കേട്ടോ, എറണാകുളം ജില്ലയിലാണ് ഈ സ്ഥലം ഉള്ളത്. ഓക്കെ, നോക്കുക, ഇവിടെ പറയുന്നത് ഇങ്ങനെയാണ്. അപ്പൊ മട്ടാഞ്ചേരി പാലസിനകത്ത് എന്തിനെ കുറിച്ചൊക്കെ പരാമർശമുണ്ട്, രാമായണത്തിനെ കുറിച്ച് പരാമർശമുണ്ട്, ഏതിനെ കുറിച്ച്, മഹാഭാരതത്തിന്. ഈ രണ്ടെണ്ണത്തിന് നമ്മൾ എന്ത് കേസിൽ പറഞ്ഞതാണ്, ഈ രണ്ട് കാര്യങ്ങൾ ഉൾക്കൊള്ളുന്ന എന്തുണ്ട്, ചുമർ ചിത്രങ്ങൾ എവിടെയുണ്ട്, മട്ടാഞ്ചേരി പാലസിലുണ്ട്. അതിൽ പറയുന്നതാണ് ഗിരിജാ കല്യാണമുണ്ട്, രാമന്റെയും ഭരതന്റെയും ലക്ഷ്മണന്റെയും ജനനത്തെ കുറിച്ച് ആ പെയിന്റിങ്ങിൽ പരാമർശമുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പറയുന്നുണ്ട് സെന്റ് സെബാസ്റ്റ്യൻസ് ചർച്ച് കാഞ്ഞൂർ. ഈ സ്ഥലം അതായത് എറണാകുളം ജില്ലയിലാണ്. ഇവിടെ സൂക്ഷിച്ചിരിക്കുന്ന, ഈ പള്ളിയിൽ സൂക്ഷിച്ചിരിക്കുന്ന ചുമർ ചിത്രത്തിൽ അത് ടിപ്പു സുൽത്താൻ എന്ത് ചെയ്യുന്നു, ഈ ക്യാമ്പയിൻ അതായത് മിലിറ്ററിയുമായിട്ട് എത്തുന്ന രീതിയിൽ ഒരു മ്യൂറൽ പെയിന്റിങ്സ് അവിടെ കാണാൻ സാധിക്കും. അടുത്ത് നോക്കുക, കേരളാസ് ലാർജസ്റ്റ് മ്യൂറൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്, വർക്കല. എന്ന് പറഞ്ഞാൽ കേരളത്തിലെ ഏറ്റവും വലിയ ലാർജസ്റ്റ് മ്യൂറൽ ഈസ് ലൊക്കേറ്റഡ് അറ്റ് ദ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്, വർക്കല എന്ന് പറഞ്ഞാൽ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കുക, ഇതിനകത്ത് നമ്മൾ പറയുന്ന അനുസരിച്ച് കേരളത്തിലെ ഏറ്റവും വലിയ മ്യൂറൽ പെയിന്റിങ് നമുക്ക് കാണാൻ പറ്റുന്നത് നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ്, അതെവിടെയാണ്, വർക്കലയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അടുത്ത് കേൾക്കുക, ദ മ്യൂറൽ വാസ് എക്സിക്യൂട്ടഡ് അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് സുരേഷ് മുതുകുളം. അതായത് ഈ പറയുന്ന മ്യൂറല് ശരിക്കും പറഞ്ഞാൽ നിർമ്മിച്ചിരിക്കുന്നത് അത് ആരുടെ നേതൃത്വത്തിലാണെന്ന് ചോദിച്ചാൽ സുരേഷ് മുതുകുളം എന്ന വ്യക്തിയുടെ പേരിലാണ്. ഹെഡ് ഓഫ് ദ മ്യൂറൽ പെയിന്റിംഗ് ഡിപ്പാർട്ട്മെന്റ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലമാണ്. സുരേഷ് മുതുകുളം എന്ന് വിളിക്കുന്ന വ്യക്തി അദ്ദേഹം ആരാണെന്ന് ചോദിച്ചാൽ ഹെഡ് ഓഫ് ദ മ്യൂറൽ പെയിന്റിംഗ് ഡെവലപ്മെന്റ് ഓഫ് ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലം. അപ്പൊ ആറന്മുള വാസ്തുവിദ്യ ഗുരുകുലത്തിന്റെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഹെഡ് ആരാണ്, സുരേഷ് മുതുകുളാണ്. ഇദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് വർക്കലയിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഒരു വലിയൊരു ചിത്രം എന്ത് ചെയ്തത് നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അടുത്തത്, കൺസ്ട്രക്ഷൻ ബിഗാൻ ഇൻ 2017 അണ്ടർ ദ ലീഡർഷിപ്പ് ഓഫ് വിഷൻ കേരള ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ എന്നാണ്. വളരെ പ്രധാനപ്പെട്ട ഒരു ഇൻഫർമേഷൻ ആണ്. 2017 ഇതിന്റെ നിർമ്മാണങ്ങൾ നമ്മൾ തുടങ്ങുന്നത്. അത് ആരുടെ കീഴിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരുടെ കീഴിലാണ്, വിവിധിന്റെ കീഴിലാണ്. VIVID, വിവിധ് എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്. വിവിധ് എന്താണെന്ന് ചോദിച്ചാൽ വിഷൻ വർക്കല ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെന്റ് കോർപ്പറേഷൻ, അതിന്റെ കീഴിലാണ് ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നത്. അപ്പൊ ഓർമ്മിക്കുക, എവിടെയാണ് ഇത് ഉള്ളതെന്ന് ചോദിച്ചാൽ നാഷണൽ സെന്റർ ഫോർ പെർഫോമിംഗ് ആർട്സ് വർക്കല.
അത് ഇതിന് നേതൃത്വം കൊടുത്ത ആരാണെന്ന് ചോദിച്ചാൽ സുരേഷ് മുതുകുളം. സുരേഷ് മുതുകുളം ആരാണെന്ന് ചോദിച്ചാൽ ആറന്മുള വാസ്തുവിദ്യാ ഗുരുകുലത്തിലെ മ്യൂറൽ പെയിന്റിങ്ങിന്റെ ഹെഡാണ്. 2017 വിവിഡിൽ എന്ത് ചെയ്തത് ഈ കാര്യം ചെയ്തത് എന്നുള്ളത് പറയാണ്. Next, the mural at Varkala covers an area of 2000 square feet and it is 10 times larger than the Gajendra Moksham mural at ശ്രീകൃഷ്ണപുരം പാലസ് എന്നിവിടെ കൊടുത്തിരിക്കുകയാണ്. നോക്കുക മക്കളെ, ഇവിടെ ശ്രദ്ധിച്ചോ. അതായത് ഈ മ്യൂറൽ പെയിന്റിങ് വർക്കല അത് കവർ ചെയ്യുന്നത് 2000 സ്ക്വയർ ഫീറ്റ് ആണ്. നോക്കുക, 2000 സ്ക്വയർ ഫീറ്റ് ആണ്. അതുപോലെ തന്നെ ഇത് 10 ടൈംസ് ലാർജർ ദാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്റെ 10 ഇരട്ടി, അതായത് ഗജേന്ദ്ര മോക്ഷത്തിന്റെ 10 ഇരട്ടിയാണ് ഏതുള്ളത്, നമ്മൾ ഈ പറയുന്ന വർക്കലയിൽ നമ്മൾ കവർ ചെയ്തുകൊണ്ടിരിക്കുന്ന മ്യൂറലിന്റെ ഒരു സൈസ് നമ്മൾ പറയുമ്പോൾ ഇത്രയാണുള്ളത്. അപ്പൊ ആലോചിച്ച് നോക്കി, അത്രയ്ക്കും വലുപ്പമുള്ള ഒന്നാണ് ഈ പെർഫോമിംഗ് ആർട്സിൽ നമുക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളത്. അടുത്തത്, അക്കോർഡിംഗ് ടു SCERT ടെക്സ്റ്റ് ബുക്സ്, ഹൗവർ ദ ഗജേന്ദ്ര മോക്ഷൻ മ്യൂറൽ ഈസ് കൺസിഡേർഡ് ദ ലാർജസ്റ്റ് മ്യൂറൽ പെയിന്റിംഗ് കേരള. അതായത് കേരളത്തിലെ ഏറ്റവും വലിയ ചുമർചിത്ര ഏതാണെന്ന് SCERT ടെക്സ്റ്റ് ബുക്കിന്റെ ഭാഗമായിട്ട് ചോദിക്കുകയാണെങ്കിൽ അതിൽ പറയുന്നത് ഏതാണ്, ഗജേന്ദ്ര മോക്ഷം എന്നാണ്. പക്ഷെ അങ്ങനെയല്ല നമുക്ക് എവിടെ കാണാൻ സാധിക്കുന്നത്, നമുക്ക് വർക്കല പെർഫോമിംഗ് ആർട്ടിൽ കാണാൻ സാധിക്കുന്നത് ഇതിന്റെ എത്രയോ ഇരട്ടിയുള്ള വലിപ്പമുള്ള ഒന്നാണെന്ന് ഈ സമയത്ത് പറയാണ്. അതാണ് SCERT നമ്മൾ എടുത്ത് പറയുന്ന ഒരു കാര്യം. നെക്സ്റ്റ്, India's longest temple mural is being created at the Kadirur Suryanarayana temple under the project Suryamshu ചിത്രകല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ഞാൻ വീണ്ടും പറയാണ്, ഏറ്റവും നീളം കൂടിയ ചുമർചിത്രം. ആ ചുമർചിത്രം നമ്മൾ വരയ്ക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ നിർമ്മിച്ചുകൊണ്ടിരിക്കുന്ന ക്ഷേത്രം ഏതാണെന്ന് ചോദിച്ചാൽ കതിരൂർ സൂര്യനാരായണ ടെമ്പിൾ ആണ്. ഇത് ഏത് ജില്ലയിലെന്ന് ചോദിച്ചാൽ ഇത് കണ്ണൂർ ജില്ലയിലുള്ള ഒരു ടെമ്പിളാണ്. ഈ ടെമ്പിളിൽ ഈ പറയുന്ന പ്രോജക്റ്റ് ആരുടെ ഭാഗമായിട്ടാണെന്ന് ചോദിച്ചാൽ സൂര്യാംശു ചിത്രകലയാണ്. മറന്നുകൊണ്ട, അത് ആരാണ്, സൂര്യാംശു ചിത്രകല എന്ന് പറഞ്ഞൊരു ടീമാണ്. ആ ടീമാണ് എന്ത് ചെയ്യുന്നത്, ഇവിടെ ഈ കാര്യം ചെയ്യുന്നത്. അപ്പൊ നോക്കുക, ഇന്ത്യാസ് ലോങ്സ്റ്റ് ടെമ്പിൾ മ്യൂറൽ ഈസ് ക്രിയേറ്റഡ്, അത് ക്രിയേറ്റഡ് അറ്റ് ദ കതിരൂർ സൂര്യനാരായണ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ മനസ്സിലാവുമല്ലോ. കതിരൂർ സൂര്യനാരായണ ടെമ്പിൾ എന്ന് പറഞ്ഞാൽ കണ്ണൂർ ജില്ലയിലുള്ള ക്ഷേത്രമാണ്. അവിടെയാണ് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ചുമർചിത്രം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് അറിഞ്ഞിരിക്കാം. ഇനി നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്ന നോക്കുക, ആർട്ടിസ്റ്റ് ബാബിഷ് അനേല ഈസ് ക്രിയേറ്റിംഗ് ദ മ്യൂറൽ ഓൺ സിംഗിൾ സർഫസ് കവറിംഗ് 2400 സ്ക്വയർ ഫീറ്റ് എന്ന് പറയാണ്. നോക്കുക, ആർട്ടിസ്റ്റ് Babish Anela is creating the mural on a single surface covering 2400 square feet. അപ്പോൾ 2400 സ്ക്വയർ ഫീറ്റ് വരുന്ന ഒരു സിംഗിൾ സർഫസിൽ ബാബിഷ് അനേല എന്ന ചിത്രകാരനാണ് ഈ പറയുന്ന അനുസരിച്ച് ഈ വലിയൊരു ചിത്രം വരയ്ക്കുന്നതെന്ന് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഫേമസ് പെയിന്റേഴ്സ് ഓഫ് കേരള എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നോക്കുക, ഫേമസ് പെയിന്റേഴ്സ് ഓഫ് കേരള എന്ന് പറയുമ്പോൾ നമ്മൾ അടുത്ത് പഠിക്കാൻ പോകുന്നത് കേരളത്തിലെ പ്രധാനപ്പെട്ട ചിത്രകാരൊക്കെ എന്നുള്ളതാണ്. അതിലേക്ക് വരികയാണ്. ഒന്ന്, രാജാ രവിവർമ്മ. ആളിന്റെ പേരെന്താണ്, രാജാ രവിവർമ്മ. അപ്പൊ ഇദ്ദേഹം ആരാണെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഞാൻ പറയാണ്, ഏറ്റവും കൂടുതൽ കേരളത്തിൽ ചോദ്യം വരുന്ന ആരെ കുറിച്ചാണ്, രാജാ രവിവർമ്മയെ കുറിച്ചാണ്. നോക്കാമല്ലോ. നോക്കുക, രാജാ രവിവർമ്മ ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് മോഡേൺ ഇന്ത്യൻ പെയിന്റിംഗ് എന്നാണ്. ആധുനിക ചിത്രകലയുടെ ഇന്ത്യയിലെ പിതാവായി നമ്മൾ കണക്കാക്കുന്ന ആളിന്റെ പേരാണ് രാജാ രവിവർമ്മ. കേരളത്തിലെ എന്നല്ല നമ്മൾ വിളിക്കുന്നത്, ആധുനിക ചിത്രകല, ആധുനിക ഇന്ത്യൻ ചിത്രകലയുടെ പിതാവെന്ന് വിളിക്കുന്ന ആരെയാണ്, രാജാ രവിവർമ്മയാണ്. അടുത്തത്, ഹി വാസ് നോൺ ആസ് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. ഇദ്ദേഹത്തിനെ നമ്മൾ വിളിക്കുന്ന പേരെന്താണെന്ന് ചോദിച്ചാൽ, അതായത് വിശേഷണം എന്താണെന്ന് ചോദിച്ചാൽ ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നാണ്. അപ്പൊ അദ്ദേഹത്തിന് നമ്മൾ എന്താ വിശേഷിപ്പിക്കുന്നത്, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ എന്നാണ്. അടുത്തത്, ഹി ഗേവ് ആൻ ഹ്യൂമൻ ഫേസ് ടു ദ ട്രഡീഷണൽ കൺസെപ്റ്റ് ഓഫ് ഇന്ത്യൻ ഡൈറ്റീസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലുള്ള ദേവതകൾക്ക് ഒരു പുതിയ മുഖം കൊടുക്കാൻ ആരെ കൊണ്ട് സാധിച്ചു, രാജാ രവിവർമ്മയെ കൊണ്ട് സാധിച്ചു. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട ഒരു മതം എടുത്തു കഴിഞ്ഞാൽ ആ മതത്തിൽ നമ്മൾ അതുവരെയും കണ്ടുവന്നിട്ടുള്ള തരത്തിലായിരുന്നില്ല ആ പറയുന്ന ദേവതകളെ നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മനസ്സിൽ ഇമാജിൻ ചെയ്തിട്ടുള്ളത്. അതിനൊരു പുതിയ തലം കിട്ടിയതുപോലെയാണ്. ഇപ്പോൾ നമ്മുടെ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരു ക്ഷേത്രത്തിലെ
ഒരു അമ്പലത്തിൽ ഒരു നോട്ടീസ് ഉത്സവമായിട്ട് പൂരമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുകയാണെന്ന് വിചാരിക്കാം. അതിലിപ്പം മിക്കവാറുമുള്ള എല്ലാ ക്ഷേത്രങ്ങളിലും ഉപയോഗിക്കുന്നത് AI ടെക്നോളജിയാണ്. അപ്പോൾ നമുക്ക് നോക്കുമ്പോൾ അതുവരെ നമ്മൾ കണ്ട ഒരു മുരുകൻ്റെ അല്ലെങ്കിൽ അയ്യപ്പൻ്റെ അല്ലെങ്കിൽ അങ്ങനെ ഒരു അല്ലെങ്കിൽ ദേവിയുടെ ഇതൊന്നുമല്ല. അപ്പോൾ അതിൽ ഇതൊരു ഭാവം കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറയാണ്, ഇതേപോലെ ഒരു കാലത്ത് ഇന്ത്യൻ ദേവതകൾക്ക് ഒരു പുതിയ മുഖം കൊടുത്തത് ആരായിരുന്നു? രാജാ രവിവർമ്മയായിരുന്നു. ഈ പോയിന്റ് കൊണ്ട് അതാണ് ഉദ്ദേശിക്കുന്നതെന്ന് ഞാൻ പറഞ്ഞു എന്നേ ഉള്ളേ. അടുത്ത് നോക്കുക. ഹി വാസ് ബോൺ ഓൺ 29th April 1848 കിളിമാനൂർ പാലസ്, തിരുവനന്തപുരം. ഇദ്ദേഹം ജനിക്കുന്നത് ഏപ്രിൽ 29 1848 കിളിമാനൂർ പാലസിലാണ്. തിരുവനന്തപുരം ജില്ലയിലാണ് കിളിമാനൂർ പാലസ് എന്നുള്ളത് അറിഞ്ഞിരിക്കുക. ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ ടീച്ചർ, ഹിസ് ഫസ്റ്റ് ടീച്ചർ വാസ് രാജരാജവർമ്മ. രാജരാജവർമ്മയാണ് ഇദ്ദേഹത്തിന്റെ ആദ്യത്തെ അധ്യാപകനാണ്. അദ്ദേഹത്തിന്റെ സ്വന്തം അങ്കിൾ കൂടിയാണ്. അങ്കിൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹത്തിന്റെ അമ്മയുടെ സഹോദരൻ കൂടിയാണ് രാജരാജവർമ്മ എന്നുള്ളത് അറിയാം. അടുത്തത്, ഹി റിസീവ്ഡ് എ പെയിന്റിംഗ് ട്രെയിനിങ് ഫ്രം ദ ബ്രിട്ടീഷ് ആർട്ടിസ്റ്റ്. നോക്കുക. അപ്പൊ ഇവിടെ പറഞ്ഞ ഇത്രയേ ഉള്ളൂ. തിയോഡർ ജെൻസൺ ആണ് രാജാ രവിവർമ്മയെ പഠിപ്പിച്ചത്? ചിത്രകല പഠിപ്പിച്ചത്, പ്രത്യേകിച്ച് എണ്ണഛായ ചിത്രകല പഠിപ്പിച്ചത് എന്ന് അറിഞ്ഞിരിക്കുക. നെക്സ്റ്റ്, ഹി വാസ് നോൺ ആസ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന്റെ വിശേഷണങ്ങളാണ്. ആ വിശേഷണങ്ങളാണ് നമ്മൾ അടുത്ത് പറയുന്നത്. ഒന്ന്, ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ. ഒന്നാമത്തെ പേരാണ് ചിത്രമെഴുത്ത് കോയിത്തമ്പുരാൻ, വിശേഷണമാണ്. അപ്പൊ നെക്സ്റ്റ് നമ്മൾ 2 വിശേഷങ്ങൾ നോക്കുകയാണ്. ദ പ്രിൻസ് എമോങ് പെയിന്റേഴ്സ്, ദ പെയിന്റർ എമോങ് പ്രിൻസസ് എന്ന് പറഞ്ഞാൽ ഇവിടെ നോക്കുക, ചിത്രകാരന്മാരിലെ രാജകുമാരൻ ആരാണ് എന്ന് ചോദിച്ചാലോ, അല്ലെങ്കിൽ രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ ആരാണെന്ന് ചോദിച്ചാലോ ആൻസർ ആരാണ്? അത് രാജാ രവിവർമ്മയാണ്. മാറിപ്പോവരുത്. ഇതേപോലെ പഠിക്കുന്ന മറ്റൊരു വിശേഷണമുണ്ട്. സ്വാതി തിരുനാളിനെ കുറിച്ചാണ്. സംഗീതജ്ഞരിലെ രാജാവ് ആര്? അത് ഇദ്ദേഹമാണ്. രാജാക്കന്മാരിലെ സംഗീതജ്ഞൻ ആരാണ്? ഇദ്ദേഹമാണ്. ഇതേപോലെ നമ്മൾ പറയുന്നതാണ് ചിത്രകാരന്മാർക്കിടയിലെ രാജകുമാരൻ ആരാണ്, അല്ലെങ്കിൽ രാജകുമാരന്മാർക്കിടയിലെ ചിത്രകാരൻ ആരാണെന്ന് ചോദിച്ചാൽ അതാരാണ്? രാജാ രവിവർമ്മയാണ്. അടുത്ത നോക്കുക. ഹി പോപ്പുലറൈസ്ഡ് ദ യൂസ് ഓഫ് ഓയിൽ പെയിന്റിംഗ് വിച്ച് വാസ് നോട്ട് വൈഡ്ലി പ്രാക്ടീസിങ് എമോങ് ഇന്ത്യൻ ആർട്ടിസ്റ്റ്സ് അറ്റ് ദാറ്റ് ടൈം. അതായത് ഇദ്ദേഹം വളരെ പോപ്പുലറൈസ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇദ്ദേഹം ജനങ്ങൾക്കിടയിലേക്ക് കാര്യമായിട്ട് എത്തിച്ച ഒരു ഉപയോഗമായിരുന്നു ഓയിൽ പെയിന്റിങ്. അപ്പോൾ ഓയിൽ പെയിന്റിങ് ആരുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഓയിൽ പെയിന്റിങ് ആദ്യമായിട്ട് ജനകീയമാക്കിയത് ഇദ്ദേഹമാണ്. കാരണം അന്ന് അങ്ങനെ ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട വ്യക്തികൾ ഓയിൽ പെയിന്റിങ് വരയ്ക്കാറില്ല. എണ്ണഛായാചിത്രങ്ങളുടെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ ജീവനുള്ളത് പോലെ എന്ത് ചെയ്യും? നമുക്ക് തോന്നും. ജീവനുള്ളതെന്ന് പറഞ്ഞാൽ ജീവനുള്ളത് പോലെ ഒരു വ്യക്തിയൊക്കെ വരച്ചു വെച്ച് കഴിഞ്ഞാൽ എണ്ണഛായ ചിത്രങ്ങളാണെങ്കിൽ ജീവനുള്ളത് പോലെ തോന്നും. അങ്ങനെയുള്ള ജീവനുള്ള ചിത്രങ്ങൾ വരച്ചിരുന്ന വ്യക്തി ആയതുകൊണ്ടാണ്. അപ്പൊ നമ്മൾ ഓയിൽ പെയിന്റിങ്ങിന്റെ കാര്യം ഓൾറെഡി നമ്മൾ തിയോഡർ ജെൻസണുമായിട്ട് ബന്ധപ്പെട്ട് പറഞ്ഞതാണ്. അദ്ദേഹമാണ് ഇദ്ദേഹത്തിന് ഇത് പഠിപ്പിച്ചത് എന്നുള്ളതാണ് പറയേണ്ടത്. അടുത്തത്, ഇൻ 1904 ലോർഡ് കഴ്സൺ കൺഫേർഡ് അപ്പോൺ ഹിം ദ ടൈറ്റിൽ ഓഫ് കൈസർ ഹിന്ദ് ആൻഡ് രാജ. 1904 ഇദ്ദേഹത്തിന് ലോർഡ് കഴ്സൺ, അതായത് ലോർഡ് കഴ്സൺ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് നമുക്കറിയാം കഴ്സൺ പ്രഭു. കഴ്സൺ പ്രഭുവാണ് ഇദ്ദേഹത്തിന് കൈസർ ഇ ഹിന്ദ് പദവിയും അതുപോലെ രാജ എന്ന പദവിയും എന്ത് ചെയ്തത്? കൊടുത്തിട്ടുള്ളത്. ആ രാജ എന്ന പദവി ചേർത്തിട്ടാണ് രാജാ രവിവർമ്മ എന്നുള്ള പേരിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇദ്ദേഹത്തിനെ പറയുന്നത്. 1904 ആരാണ് കൊടുത്തത്? ലോർഡ് കഴ്സൺ ആണ്. ഏത് പദവി കൊടുത്തത്? കൈസർ ഇ ഹിന്ദ് പദവി കൊടുത്തത്. അതുപോലെ രാജ എന്ന പദവി കൊടുത്തതും ആര് തന്നെയാണ്? കഴ്സൺ പ്രഭു തന്നെയാണ്. നെക്സ്റ്റ്, സിൻസ് 2001 the government of Kerala has presented the Raja Ravivarma Award to individuals to excel in field of painting. അതായത് 2001 കേരള ഗവൺമെന്റ് രാജാ രവിവർമ്മ പുരസ്കാരം അഥവാ അവാർഡ് പ്രഖ്യാപിക്കുന്നത്. അത് എന്തിനു വേണ്ടിയിട്ടാണ്? ഇൻഡിവിജ്വൽസിന് വേണ്ടിയിട്ടാണ്. ഇൻഡിവിജ്വൽസ് എന്ന് വെച്ചാൽ വ്യക്തിഗതമായിട്ടുള്ള ഏറ്റവും പ്രധാനമായിട്ട് വരുന്ന ഒന്നാണ് ഇവിടെ പറയുന്ന അനുസരിച്ച് പെയിന്റിങ്. ഓക്കെ ആണല്ലോ. പെയിന്റിംഗ് എന്ന് ഇവിടെ പറയുമ്പോൾ നിങ്ങളുടെ മനസ്സിലേക്ക് വരിക പെയിന്റിങ്ങില് വ്യക്തിപരമായിട്ടുള്ള ഏത് കൊടുക്കുന്ന അല്ലെങ്കിൽ ഏറ്റവും മികച്ച സംഭാവനകൾ നൽകുന്ന ആളുകൾക്ക് കൊടുക്കുന്ന പുരസ്കാരമാണ് രാജാ രവിവർമ്മ പുരസ്കാരം എന്നറിയുക. കേരള ഗവൺമെന്റ് നേരിട്ട് കൊടുക്കുന്ന പുരസ്കാരമാണ്. അടുത്തത്, രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ ഈസ് ലൊക്കേറ്റഡ് ഇൻ എവിടെ?
കിളിമാനൂർ എന്ന് ഇവിടെ പറയുന്നുണ്ട്. അപ്പൊ നിങ്ങൾ നോക്കുക, റിഫാക്ക് എന്ന് നമ്മളിവിടെ പറയാം, RIFAC, റിഫാക്ക്. റിഫാക്ക് എന്ന് പറഞ്ഞത് രാജാ രവിവർമ്മ ഇന്റർനാഷണൽ ഫൗണ്ടേഷൻ ഓഫ് ആർട്ട് ആൻഡ് കൾച്ചർ, റിഫാക്ക്. അത് എവിടെയാണെന്ന് ചോദിച്ചാൽ എവിടെയാണ്? കിളിമാനൂരാണ്. അതുപോലെ ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് 175th ബർത്ത് ആനിവേഴ്സറി ദ പെയിന്റിംഗ് ദ പേഴ്സി ലേഡി വാസ് അൺവെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോക്കുക, ഇവിടെ പറയുന്ന അനുസരിച്ച് ദ ഒക്കേഷൻ ഓഫ് ഹിസ് 175th ബർത്ത് ആനിവേഴ്സറി, ഇദ്ദേഹത്തിന്റെ 175ാമത് ജന്മദിന വാർഷികത്തിന് ദ പെയിന്റിംഗ് ദ പേഴ്സി ലേഡി എന്ന് പറയുന്ന പെയിന്റിങ് എന്ത് ചെയ്തു? അത് അൺവെയിൽ ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്തു? അത് വിഭാവനം ചെയ്തു എന്നുള്ളത് ഇവിടെ എന്ത് ചെയ്യാണ്? പറയാണ്. ഓൺ ദ ഒക്കേഷൻ ഓഫ് ഹിസ് 175th ബർത്ത് ആനിവേഴ്സറി ദ പെയിന്റിംഗ് ദ പേഴ്സി ലേഡി വാസ് അൺവെയിൽഡ്. അതായത് ഇദ്ദേഹത്തിന്റെ 175ാമത് ജന്മവാർഷികത്തിന് ഇദ്ദേഹത്തിന്റെ പെയിന്റിംഗ് ആയിട്ടുള്ള പേഴ്സി ലേഡി എന്ന പെയിന്റിങ് എന്ത് ചെയ്തു? ഈ പറയുന്ന അനുസരിച്ച് എന്ത് ചെയ്യാണ്? നമ്മൾ ഇവിടെ എന്ത് ചെയ്തു? അനാച്ഛാദനം ചെയ്യുകയാണ് കേട്ടോ. 175ാമത്തെ ജന്മദിന വാർഷികത്തിനാണ് ഇത് ചെയ്തത്. അടുത്തത് എ പോർട്രേറ്റ് ഓഫ് തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടി വാസ് ആൾസോ അൺവെയിൽഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഈ തൃക്കേട്ട തിരുനാൾ ഉമയമ്മ റാണിയുടെ ഒരു എന്ത് ചെയ്തു? പോർട്രേറ്റ് കൂടി, അതായത് വരച്ചൊരു പോർട്രേറ്റ് കൂടി ആ സമയത്ത് എന്ത് ചെയ്യാണ്? അൺവെയിൽ ചെയ്യുകയാണ്, അതായത് അനാച്ഛാദനം ചെയ്യുകയാണ്. അപ്പൊ ഓൾറെഡി ഒരെണ്ണം ചെയ്തിട്ടുണ്ട്, അത് ഏതാണെന്ന് ചോദിച്ചാൽ പേഴ്സി ലേഡിയാണ്. അപ്പൊ ഈ പേരൊക്കെ എടുത്ത് നിന്നിട്ട് നമ്മളോട് ചോദിക്കാം ആരുടേതാണ്, അല്ലെങ്കിൽ ആരുടെ ജന്മവാർഷികമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണെന്നൊക്കെ പറയാം. അതിനകത്ത് തന്നെയാണ് നമ്മൾ തൃക്കേട്ട തിരുനാൾ ഉമയമ്മ തമ്പുരാട്ടിയുടെ ഒരു പോർട്രേറ്റ് അനാച്ഛാദനം ചെയ്തതിനെ കുറിച്ചും പറയുന്നത്. അടുത്തത് പബ്ലിക്കേഷൻ രാജാ രവിവർമ്മ ആൻഡ് എവർലാസ്റ്റിംഗ് ഇംപ്രിന്റ് വാസ് റിലീസ്ഡ് ബൈ ദ പാർട്ട് ഓഫ് 175th ബർത്ത് ആനിവേഴ്സറി സെലിബ്രേഷൻസ് എന്ന് ഇവിടെ പറയുന്നുണ്ട്. നോക്കുക, ഇവിടെ പറയുന്ന അനുസരിച്ച് ഒരു പബ്ലിക്കേഷൻ രാജാ രവിവർമ്മ ആൻഡ് എവർലാസ്റ്റിംഗ് ഇംപ്രിന്റ് എന്ന് പറയുന്ന ഒരു പബ്ലിക്കേഷനും കൂടി ഇതിന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്തു? നമുക്ക് റിലീസ് ചെയ്യാൻ പറ്റി. 175ാമത് ജന്മദിന വാർഷികത്തിന് ഇദ്ദേഹമായിട്ട് ബന്ധപ്പെട്ട്. അപ്പൊ നോക്കുക, രാജാ രവിവർമ്മ എവർലാസ്റ്റിംഗ് ഇംപ്രിന്റ് എന്നൊരു പബ്ലിക്കേഷൻ കൂടി ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. ഓൺ ഹിസ് 175th ബർത്ത് ആനിവേഴ്സറി ദ പെയിന്റിംഗ് ഇന്ദുലേഖ വാസ് ഇൻസ്റ്റാൾഡ് അറ്റ് കിളിമാനൂർ പാലസ് എന്ന് പറഞ്ഞാൽ 176ാമത് ജന്മവാർഷികമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു പെയിന്റിംഗ് ആയിട്ടുള്ള ഇന്ദുലേഖ അത് കിളിമാനൂർ പാലസിൽ എന്ത് ചെയ്തിട്ടുണ്ട്? സ്ഥാപിച്ചിട്ടുണ്ട് എന്നുള്ളതും പറയാണ്. അടുത്തത് വേൾഡ് ഫേമസ് പെയിന്റിംഗ് ഓഫ് രാജാ രവിവർമ്മ എന്ന് പറഞ്ഞാൽ നമ്മൾ നോക്കുക, രാജാ രവിവർമ്മയുടെ എല്ലാ പെയിന്റിങ്സും ഫേമസ് ആണ്. മാത്രമല്ല അതിന്റെ മൂല്യം എത്രയാണെന്ന് നമുക്ക് ഒരിക്കലും പറയാനും പറ്റില്ല. അതൊരു ലേലത്തിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ അതിന്റെ മൂല്യം എത്രയാണെന്ന് ഒരിക്കലും പറയാനും പറ്റില്ല. അത് മാത്രമല്ല ഇതിന്റെ പ്രശ്നം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒറിജിനൽ പല സ്ഥലത്തും നമുക്ക് ഇന്ന് പല മ്യൂസിയങ്ങളിൽ കാണാൻ പറ്റും, പല കൊട്ടാരങ്ങളിൽ കാണാൻ പറ്റും. അപ്പൊ ഞാൻ പറയാണ്, അപ്പൊ ഇതിൽ ഏറ്റവും വേൾഡ് ഫേമസ് ആയിട്ടുള്ളത്, എല്ലാം ഫേമസ് ആണെങ്കിലും വേൾഡ് ക്ലാസ് ഫേമസ് ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ് നമ്മൾ ഇനി തയ്യാറാക്കുന്നത്. ഓക്കെ ആണല്ലോ? നോക്കുക, ദർഭമുനകുണ്ട ശകുന്തള, മലബാർ സുന്ദരി, രാധാമാധവം, അർജുനനും സുഭദ്രയും, ശ്രീകൃഷ്ണനും യശോദയും, ഹംസദമയന്തി, സീതാ സ്വയംവരം, സീതാപഹരണം, സീതാപ്രവേശം. അപ്പൊ ഇവിടെ ചോദ്യം വരുന്നത് എന്താണെന്ന് അറിയാലോ? ഇദ്ദേഹത്തിന്റെ ഒരു 4 വർക്ക്, അതായത് 3 വർക്ക് തരും, 4 വർക്ക് ആകെ തരും, 3 വർക്ക് ആരുടെ? രാജാ രവിവർമ്മ തരും, ഒരെണ്ണം മാറ്റി തന്നിരിക്കും. അപ്പൊ നമുക്ക് കണ്ട പരിചയം ഉണ്ടാവണം. നിങ്ങൾ ആലോചിക്കുക, ദർഭമുനകുണ്ട ശകുന്തള, കാലിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്ന ആ ശകുന്തളയുടെ ചിത്രം നമുക്കറിയാം. മലബാർ സുന്ദരി അറിയാം, രാധാമാധവം, അർജുനനും സുഭദ്രയും, ശ്രീകൃഷ്ണനും യശോദയും, ഹംസദമയന്തി, സീതാ സ്വയംവരം, സീതാപഹരണം, സീതാപ്രവേശം, ഇതെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളതാണ്. ഒരെണ്ണം കൂടി ശ്രീരാമ പട്ടാഭിഷേകം കേട്ടോ, അതോട് ഇതിനകത്ത് തന്നെ പറയാണ്. അടുത്ത് നോക്കുക, വിശ്വാമിത്രനും മേനകയും, ഇതൊക്കെ എപ്പോഴും നിരന്തരമായിട്ട് കാണാറുള്ളതാണ്. ശ്രീകൃഷ്ണ ജനനം, സ്നാനം കഴിഞ്ഞ സ്ത്രീ, അതായത് നമ്മൾ സ്ഥിരമായിട്ട് ഇങ്ങനെ എല്ലാ പെയിന്റിങ് ഷോപ്പുകളിലും കാണുന്നതാണ്. അതായത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ വിവാഹങ്ങളിൽ പങ്കെടുക്കുന്ന സമയത്ത് നമ്മൾ ഈ പെയിന്റിങ്സ് മേടിച്ചു കൊടുക്കുന്നവർക്ക് ഏറ്റവും കൂടുതലായിട്ട് സെയിൽ നടക്കുന്നത്
രവിവർമ്മയുടെ ചിത്രങ്ങളാണ്. അപ്പോൾ അതിൽ ഇങ്ങനെയുള്ള ചിത്രങ്ങൾ കാണാം. അടുത്ത നർത്തകി വരുന്നുണ്ട്, വിദ്യാർത്ഥി വരുന്നുണ്ട്, സരസ്വതി, അതുപോലെ വിരാട രാജധാനിയിലെ ദ്രൗപദി. ഇപ്പൊ ദ്രൗപദി എന്നുള്ളതാണ് വിരാട രാജധാനിയിൽ രാജ്യമായിട്ട് ബന്ധപ്പെട്ടാണ്. അടുത്തത് ഇന്ത്യയിലെ സംഗീതജ്ഞർ, അതുപോലെ അച്ഛൻ ഇതാ വരുന്നു എന്നുള്ളതാണ്. അച്ഛൻ ഇതാ വരുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേർ കംസ് പപ്പ എന്നൊക്കെ പറഞ്ഞ് വളരെ ഞാൻ പറഞ്ഞു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരെണ്ണമാണത്. അടുത്തത് ഉദയ്പൂർ കൊട്ടാരം. ഉദയ്പൂർ കൊട്ടാരത്തിൻ്റെയൊക്കെ ഛായാചിത്രങ്ങൾ നമ്മൾ കാണേണ്ടതാണ്. അപ്പോൾ നോക്കുക, വിശ്വാമിത്രന് മേനകയുണ്ട്, ശ്രീകൃഷ്ണ ജനനമുണ്ട്, സ്നാനം കഴിഞ്ഞ സ്ത്രീയുണ്ട്, നർത്തകി, വിദ്യാർത്ഥി, സരസ്വതി, വിരാട രാജധാനിയിലെ ദ്രൗപദി, ഇന്ത്യയിലെ സംഗീതജ്ഞർ, അച്ഛൻ ഇതാ വരുന്നു, ഉദയ്പൂർ കൊട്ടാരം എന്നിവ ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാണ്. ഇതാ ഇവിടെ നോക്കുക, കാദംബരി, ഫടൻ, ലക്ഷ്മി, ദാത്തത്രേയൻ, ജഡായുവധം, പരുമല, മാർഗോറിയസ്. അപ്പോൾ ഈ പറയുന്നതെല്ലാം രാജാ രവിവർമ്മയുടെ വേൾഡ് ക്ലാസ്സിലുള്ള ഏതാണ് അദ്ദേഹത്തിൻ്റെ വർക്കുകളാണ്. ഓക്കെ ആണേ. നെക്സ്റ്റ് നോക്കാം. ദ രാജാ രവിവർമ്മ കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ഈസ് ലൊക്കേറ്റഡ് ഇൻ മാവേലിക്കര എന്നാണ്. അപ്പോൾ രാജാ രവിവർമ്മയുടെ പേരിൽ ഒരു ഫൈൻ ആർട്സ് ഉള്ളത് എവിടെയാണെന്ന് ചോദിച്ചാൽ അത് എവിടെയാണ്? മാവേലിക്കരയാണ് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അപ്പോൾ എവിടെയാണ്? മാവേലിക്കരയാണ്. നോക്കുക, ഹിസ് പെയിന്റിംഗ് കാദംബരി വാസ് ഇൻസ്പയർഡ് ബൈ ദ ഹീറോയിൻ ഓഫ് ബാണഭട്ടാസ് ക്ലാസിക് വർക്ക്. അതായത് ബാണഭട്ടയുടെ ക്ലാസിക് വർക്കുമായിട്ട് ബന്ധപ്പെട്ട് ഇദ്ദേഹത്തിന്, അതായത് രാജാ രവിവർമ്മയ്ക്ക് ഇൻസ്പയർഡ് ആയിട്ടുള്ള ഒരു ചിത്രമായിരുന്നു ഇത്, ഈ പറയുന്ന കാദംബരി. അങ്ങനെ കാദംബരി എന്നുള്ള ചിത്രം അദ്ദേഹം വരയ്ക്കുന്നത് ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ്, ഇൻസ്പയർ ആയിട്ടുള്ളത് കൊണ്ടാണെന്നുള്ളത് പറയപ്പെടുന്നുണ്ട്. രാജാ രവിവർമ്മ പാസ്ഡ് അവേ വൈൽ വർക്കിംഗ് ഓൺ ദ പെയിന്റിംഗ് കാദംബരി. അതായത് രാജാ രവിവർമ്മ ഏത് ചിത്രം വരച്ചുകൊണ്ടിരിക്കുന്നതിനിടയിലാണ് അന്തരിച്ചത് അല്ലെങ്കിൽ കാലം ചെയ്തത് എന്നുള്ളതാണ്. അത് ഏതാണ്? ഈ പറയുന്ന കാദംബരിയാണെന്നുള്ളത് അറിഞ്ഞിരിക്കുക. അടുത്തത്, ഹിസ് പെയിന്റിംഗ് മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടി വാസ് സെലക്ടഡ് ആസ് ദ ബെസ്റ്റ് പെയിന്റിംഗ് അറ്റ് കോമ്പറ്റീഷൻ ഹെൽഡ് ഇൻ മദ്രാസ് ആൻഡ് വിയന്ന ഇൻ 1873. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, 1873 അതൊന്ന് ആലോചിച്ച് നോക്കി. 1873 ഇങ്ങനൊരു സംഭവം ഉണ്ട്, മദ്രാസിലും വിയന്നയിലായിട്ട് ഉണ്ടാവുകയാണ്. ആ മദ്രാസിലും വിയന്നയിലെ ഏറ്റവും മികച്ച ചിത്രമായിട്ട് തിരഞ്ഞെടുക്കപ്പെടുന്നത് ഏത്? മുല്ലപ്പൂ ചൂടിയ മലയാളി പെൺകുടിയെയാണ്. അതായത് എണ്ണച്ചായ ചിത്രങ്ങളുടെ ഏറ്റവും ജീവനൊറ്റ രൂപമായിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ പറയുന്നതിനെ കണക്കാക്കുകയാണ്. നെക്സ്റ്റ്, ദ റിസപ്ഷൻ ഓഫ് ദ 2022 രാജാ രവിവർമ്മ അവാർഡ് വാസ് സുരേന്ദ്രൻ നായർ. അതായത് 2022 രാജാ രവിവർമ്മ പുരസ്കാരം ലഭിച്ച ആളിന്റെ പേരെന്താണ്? സുരേന്ദ്രൻ നായർ എന്നാണ്. അപ്പൊ ആളിന്റെ പേര് മറന്നുകൊണ്ട് എന്താ പേര്? സുരേന്ദ്രൻ നായർ എന്നാണ്. നെക്സ്റ്റ് നോക്കുക, ദ റിസപ്ഷൻ ഓഫ് 2019 രാജാ രവിവർമ്മ പുരസ്കാരം അവാർഡ് വാസ് BD ദത്തൻ. അപ്പൊ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു പേരാണ് BD ദത്തൻ. അപ്പൊ ഇവരെല്ലാം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഏത് മേഖലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുകയാണെന്ന് ചോദിച്ചാൽ പെയിന്റിംഗ് ആണ്, ചിത്രകലയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന വളരെ പ്രധാനപ്പെട്ട വ്യക്തികൾ. അപ്പൊ 2022 പുരസ്കാരം സുരേന്ദ്രൻ നായർക്കും 2019 പുരസ്കാരം BD ദത്തനുമായിരുന്നു എന്നുള്ളതാണ് പറയേണ്ടത്. ഇതിനകത്ത് നമ്മൾ അടുത്ത് കാണുന്നത് അതർ ഫേമസ് വർക്ക്സ് എന്നാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ടതാണ്. നോക്കുക, ഇനി നമുക്കൊരു കറണ്ട് ഫാക്ട് നോക്കാം. നോക്കുക, ദ പെയിന്റിംഗ് യശോദ ആൻഡ് കൃഷ്ണ. നോക്കുക, പെയിന്റിങ്ങിന്റെ പേരെന്താണ്? യശോദ ആൻഡ് കൃഷ്ണ, യശോദയും കൃഷ്ണനും. രാജാ രവിവർമ്മ വാസ് റീസെന്റ്ലി സോൾഡ് അറ്റ് ഓപ്ഷൻ ഫോർ 167.2 crore, ദ ഹയസ്റ്റ് പ്രൈസ് എവർ പെയ്ഡ് ഫോർ എ പെയിന്റിംഗ് ഇൻ ഇന്ത്യ. അതായത് ഈ പറയുന്ന അനുസരിച്ച് യശോദയും കൃഷ്ണനും എന്ന അദ്ദേഹത്തിന്റെ എണ്ണഛായാചിത്രം, ആ എണ്ണഛായാചിത്രം ഇതാ രാജാ രവിവർമ്മയുടെ ആണ്. ഏറ്റവും പ്രധാനമായിട്ട് അത് എന്ത് ചെയ്തത്? അത് ഓപ്ഷൻ, അതായത് ലേലത്തിൽ വെച്ചിട്ടുള്ളതിൽ അന്ന് അതിന് ലഭിച്ചത് 167.2 കോടി രൂപയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയാൽ 167.2 കോടി രൂപയ്ക്കാണ് ഇത് വിറ്റുപോയത്, ലേലത്തിൽ വിറ്റുപോയത്. അത് ഇന്ത്യയിൽ തന്നെ ലേലത്തിൽ ഒരു പെയിന്റിങ് ഇന്ത്യയിൽ തന്നെ ഏറ്റവും വലിയ തുകയ്ക്ക് ലേലത്തിൽ വിറ്റുപോയത് 167.2 കോടി രൂപയ്ക്കാണ്. ഓക്കെ, ഇനി കേൾക്കുക. അടുത്തത്, ഇതിനു മുൻപ് ദ പ്രീവിയസ് റെക്കോർഡ് വാസ് ഹെൽഡ് ബൈ ഗ്രാം യാത്ര ബൈ MF ഹുസൈൻ വിച്ച് ഈസ് ഹോൾഡ് 118 crore. അപ്പൊ നിങ്ങൾ നോക്കുക, 118 കോടി രൂപയ്ക്കാണ് ഇതിനു മുമ്പ് MF ഹുസൈൻ്റെ ഏത് ഗ്രാം യാത്ര അഥവാ ഗ്രാമയാത്ര എന്ത് ചെയ്തത്?
ഇതേപോലെ ലേലത്തിൽ വിറ്റുപോയത്. എന്നാൽ ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, എത്രയാണ്? 167.2 കോടി. ഇവിടെയാണെങ്കിൽ 118 കോടി. അപ്പൊ ഗ്രാമയാത്ര ആർക്കുള്ളതെന്ന് ചോദിച്ചാൽ MFSIൻ്റെതാണ്. ഇതേപോലെ വെറുതെ ചിലപ്പോൾ ചോദിക്കാം, യശോദയും കൃഷ്ണനും ആരുടേതാണെന്ന് ചോദിച്ചാൽ അത് ആരുടേതാണ്? രാജ രവിവർമ്മയുടേതാണ്. മക്കളെ, ഇത്രയും പറഞ്ഞത് ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പൊ ഇതുവരെ നമ്മൾ പഠിച്ചത് പ്രധാനപ്പെട്ട കുറച്ച് ചിത്രങ്ങളെക്കുറിച്ച്, രാജാ രവിവർമ്മയെക്കുറിച്ച്, മ്യൂറൽ പെയിന്റിങ്ങിനെ കുറിച്ച് ഒക്കെയാണ് പഠിച്ചത്. അപ്പോൾ മറ്റൊരു അവസരത്തിൽ വേറൊരു മറ്റൊരു കലയുമായി കണ്ടുമുട്ടാം. അതിലേക്ക് നന്ദി, നമസ്കാരം.